ഓം നമ ശിവായ. ഇന്ന് നമ്മൾ ദർശനം നടത്തുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലാണ്. ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 3 ശിവലിംഗങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെയാണ്. വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ഈ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായി കരുതിപ്പോരുന്നു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ കവാടമാണ്. പടിഞ്ഞാറേ കവാടത്തിൻ്റെ ചുവരിൽ ഭഗവാന്റെ മനോഹരമായൊരു ചുവർ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പാർവതി ദേവി ഭഗവാനോടൊപ്പം നിത്യസാന്നിധ്യമായി ഇവിടെ കുടികൊള്ളുന്നു. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ആറാട്ട് വരത്തക്ക വിധത്തിൽ നടക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവവും കുംഭമാസത്തിലെ ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നാഗദൈവങ്ങളുടെയും ബ്രഹ്മരക്ഷസിൻ്റെ ശ്രീകോവിലും നമുക്ക് കാണാം. കിഴക്കു ഭാഗത്തെ ആനക്കൊട്ടിലിനപ്പുറം ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന കൊടിമരവും നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി പ്രദക്ഷിണ വഴിയിൽ വൈക്കത്തപ്പൻ്റെ ശ്രീകോവിൽ കാണാം. ശിവഭക്തനായ ഒരു വടക്കുംകൂർ രാജാവാണ് വൈക്കത്തപ്പനെയും തെക്കു ഭാഗത്ത് ഏറ്റുമാനൂരപ്പനെയും പ്രതിഷ്ഠിച്ചത്. മതിലകത്ത് തെക്കുകിഴക്കേ മൂലയിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വൈക്കത്തെ പനച്ചിക്കൽ ഭഗവതിയുടേതുപോലെ വനദുർഗ, യക്ഷി എന്നീ ഭാവങ്ങളിലാണ് ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നത്. വടക്കുഭാഗത്ത് വൈക്കത്തപ്പനെ പ്രതിഷ്ഠിച്ച അതേ വടക്കുംകൂർ രാജാവ് തന്നെയാണ് തെക്കുവശത്തായി ഏറ്റുമാനൂരപ്പനെയും പ്രതിഷ്ഠിച്ചത്. ഏറ്റുമാനൂരപ്പൻ്റെ ശ്രീകോവിലിന് അഭിമുഖമായി അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയും നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ച് കടുത്തുരുത്തിയിലപ്പൻ ശിവലിംഗമായി ഇവിടെ കുടികൊള്ളുന്നു.